മലയാളിയോട് ഇംഗ്ലീഷിലും അലവലാതി പെണ്ണുങ്ങളോട് പച്ച മലയാളത്തിലും കുമ്പിടുകയും ചെയ്യുന്ന പൂക്കുട്ടി എത്തി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പൂക്കുട്ടി എന്നല്ല വിളിക്കേണ്ടത്, പൂക്കുറ്റി എന്ന് വിളിക്കണം. 24 മണിക്കൂർ 48 മണിക്കൂർ ആക്കി കൊടുത്താൽ അതുപോലും തികയാത്ത അത്ര തിരക്കുള്ള ഈ ഓസ്കർ വിന്നർ പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? അരി കിട്ടുമോ സുഹൃത്തെ? നേരത്തെ പറഞ്ഞ മാതൃക ദമ്പതിമാരിലെ പെണ്ണിന് ഒരു ഗർഭം നൽകി പുലിവാലാകാൻ എങ്ങനെ സമയം കണ്ടെത്തി എന്ന് ആലോചിച്ചതുകൊണ്ടാണ്. നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. 2 പെണ്ണ് കെട്ടിയ ഡേഞ്ചർ ബോയ്സ് ഫിറോസും 2 കെട്ടി ഇപ്പോൾ 3ാമന്റെ ഗർഭം ധരിച്ച ഭാര്യയും ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുക്കാല്ലേ, ആരും ഒന്നും പറയൂല. സമയമില്ലാത്ത പൂക്കുറ്റിയുടെ ഗർഭമുണ്ടാക്കലുമൊക്കെയാണ് ഇപ്പോൾ തുറക്കുന്ന യൂട്യൂബിലെല്ലാം പറയുന്നത് ഈ ഒരു വിഷയം മാത്രമാണ്. കാരണം പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഫിറോസേ, നീ ഇത്ര തങ്കപ്പെട്ടവനാണ് എന്ന് അറിഞ്ഞില്ലടാ മുത്തേ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. 3ാമതൊന്ന് കെട്ടി നന്നായി ജീവിക്കടാ കരളെ എന്നൊക്കെയാണ് ഈ പ്രോഗ്രാമുകളുടെ യൂട്യൂബുകളുടെ താഴെ ഓരോരുത്തർ എഴുതിയിരിക്കുന്നത്. നീയാണടാ മുത്ത്. സ്വന്തം ഭാര്യ കണ്ടവൻ്റെ ഗർഭിണിയായത് കണ്ടിട്ടും നീ സമചിത്തതയോടെ ഇരിക്കുന്നില്ലടാ. കെട്ട് 3ാമത് വേറൊന്ന്, നിന്റെ കൂടെ ഞങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. തലയിൽ കണ്ണട സദാ വച്ച് വിചിത്ര വേഷങ്ങളിട്ട് മലയാളിയോട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയെപ്പോലെ സദാ സംസാരിക്കുന്ന പൂക്കുട്ടി, ഇംഗ്ലീഷ് വേണ്ട, ഇംഗ്ലീഷ് വേണ്ട. നീ ആര് സായിപ്പിനുണ്ടായതാ? ആ മനുഷ്യൻ താണ് വീണ് കേഴുന്നത് മാത്രമല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല, എന്നൊക്കെയുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അഞ്ചൽ വിളക്കുപാറ ഗ്രാമത്തിലെ പള്ളിക്കൂടത്തിൽ പഠിക്കാത്ത ആളെപ്പോലെയാണ് എന്നെനിക്ക് തോന്നി. നേരാ തിരുമിനി, ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതായത് ഒരു പെണ്ണിനെ പിടിച്ച് ഗർഭിണിയാക്കുക, എന്നിട്ട് അവളുടെ പറയാ നിന്റെ റിട്ടയർഡ് ഭർത്താവില്ലേ അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക. അവൾക്ക് ദേ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണം, അത്രേ ഉള്ളൂ. എന്നെ ഒന്ന് രക്ഷിക്കടോ. ഞാനിപ്പോഴും കണ്ടവൻ്റെ ഭാര്യയായി നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ കെഞ്ചുന്നത് തനി കൊല്ലം ഭാഷയിലാണ് പൂക്കുട്ടി. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. പൂക്കുട്ടിയെ ഈ ഇപ്പം ഗർഭിണിയാക്കിയ ആ പെണ്ണ് വിളിക്കുകയാണ്. ഹലോ, ഗർഭങ്ങൾക്ക് ഇരിക്കാമ്മ. ആദ്യത്തത് അബോട്ടായിപ്പോയി, 2ാമത്തത് ക്ലച്ച് പിടിച്ചു. അപ്പോൾ അതിന് ആ പെണ്ണ് പറയാണ്, എടാ പൂക്കുട്ടി ഒരു 10 കോടി താ. 2ലും തീരുമാനിച്ചിട്ടേ പോണുള്ളൂ. കാശപ്പത്തിനും. കണ്ടവൻ്റെ ഭാര്യ ശുദ്ധവും വ്യക്തവുമായ മലയാളത്തിലാണ് പൂക്കുട്ടിയോട് അവൾ വില പേശുന്നത്. സുഗുണേട്ടന്റെ തറവാട്ടിലെ ഇത്രയും ഭയങ്കരികളായ പെണ്ണുങ്ങളുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാട്ടോ അറിയണത്. എനിക്ക് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ച് ലീലാവിലാസങ്ങൾ നടത്തുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ പൂക്കുട്ടി. പെണ്ണിന് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഇഷ്ടമല്ല, ലൈവാണ് ഇഷ്ടം. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ. ഇഷ്ടമാണ്. എടാ, ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാതെ പോയാൽ ആ പെണ്ണ് ഗർഭിണിയാവൂലേ? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ. ഒരിക്കൽ കലക്കി 2ാമതും 5ാമതോ ഗർഭിണിയായാൽ അവളുടെ ട്രാപ്പിലാവില്ലടാ പൊട്ടാ നീ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, മര ശുദ്ധ പൊട്ടനാണെന്ന് ഞാൻ പറയും. മരപ്പൊട്ടനും അല്ല, വേട്ടാവളിയനെന്ന് വിളിച്ചാലും കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നണേ.